ല്ല എന്റെ ഏകാന്തവാസമാകുന്ന അതേ ഓരോ ദിവസവും എന്റെയും നിങ്ങളെയും കിടക്കേണ്ട ഖബർ വിളിച്ചു പറയുന്നുണ്ട്. അന ബൈത്തുൽ തുറാബ് അന ബൈത്തുൽ വഹ്ദ. ഞാൻ ഏകാന്തതയുടെ വീടാ, ഞാൻ മണ്ണിന്റെ വീടാ, ഞാൻ ഇരുളിന്റെ വീടാ, ഞാൻ ചിതലും പുഴുക്കളുടെയും വീടാ. അതുകൊണ്ട് ഓരോ ദിവസവും ഖബർ അങ്ങനെ വിളിച്ചു പറയുകയാണ്, അവിടെ അല്ലാഹുവേ നീയാണ് ഞങ്ങൾക്ക് ആശ്രയം, അതുകൊണ്ട് ഞങ്ങൾക്ക് ബറക്കത്ത് ചെയ്യണമല്ലോ. റബ്ബി ബാരിക് ഫീ വരീഹിൻ സകന്തുഹു. അതാണ് ബഹുമാനപ്പെട്ട കേരളക്കരയിലെ ബഹുമാനപ്പെട്ട പാടുന്ന പൂങ്കുയായ തലവസ്ഥാര് പാടിയത്. ഖബറെന്ന് കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ വാവിട്ടു നീ കരയേണ്ടതാ. മേടയ്ക്ക് പകരം മളമാ സുബ്ഹാന, റബ്ബിയതിൽ കിടക്കേണ്ടതാണ് സുമാന. ചിതലും പുഴുക്കൾ താവളം പെരുത്തുണ്ടതിൽ, സന്തോഷമാണവകൾക്കു നീ ചെല്ലുന്നതിൽ. പൊൻവർണ്ണ കോമള മൃദുലമായ ശരീരമിൽ സമരത്തിലാണ് പരസ്പരം തിന്നുന്നതിൽ. ചിതലും പുഴുക്കളും ഇങ്ങനെ കടന്നു വന്നിട്ട് നമ്മുടെ ശരീരമുണ്ടല്ലോ, നമ്മുടെ ആരോഗ്യമുള്ള ശരീരമുണ്ടല്ലോ, അതെല്ലാം ഖബറിൽ വെച്ച് ഇങ്ങനെ കൊത്തിപ്പറിക്കുകയാ, ഖബറിൽ വെച്ചങ്ങ് കൊത്തിപ്പറിക്കുകയാ. കാർഡില്ല റേഷൻ വേണ്ട പോലതിലുണ്ട്, ക്യൂ സിസ്റ്റമില്ല തള്ളലാണത് കൊണ്ട്. അവിടുന്ന് പുഴുക്കൾക്കും അതേപോലെ തന്നെ പ്രാണികൾക്കും മാരകമായ ജന്തുക്കൾക്കുമൊക്കെ അവർ ഭക്ഷണമായിട്ട് നമ്മുടെ ശരീരം മാറുകയാണ്. ആ ഖബറിൽ ഞാൻ ഏകനാണ് അല്ല. കവി പറയുകയാണ്, ഫയാ റബ്ബി ബാരിക് ഫീ വരീഹിൻ സകന്തുഹു. ആ ഏകാന്തമായി കഴിയുന്ന 6 അടി മണ്ണുണ്ടല്ലോ, ആ ഖബറുണ്ടല്ലോ, ആ ഖബറിൽ നിന്റെ ബറക്കത്ത് മാത്രമാണ് അല്ലാഹുവേ ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഫഇല്ലം തുബാരിക് ലീ ഫയാ ശൗമ സറതി. അവിടെ നീ എനിക്ക് ബറക്കത്ത് നൽകിയില്ലെങ്കിൽ, അവിടെ നീ എന്നെ സഹായിച്ചില്ലെങ്കിൽ എന്റെ എന്റെ അവസ്ഥ വളരെ കഷ്ടത്തിലാണ് അല്ലാ. അതുകൊണ്ട് നീ എനിക്ക് ബറക്കത്ത് ചെയ്യണം തമ്പുരാനേ. എന്നിട്ട് കവി പാടി അവസാനിപ്പിക്കുന്നു, വസല്ലി അലൽ മുഖ്താരി ത്വാഹ വആലിഹി വഅസ്ഹാബിഹി വൽഹംദു ലില്ലാഹി തമ്മതി. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും നീ ഗുണം ചെയ്യണമല്ല, അവിടുത്തെ അനുചരന്മാർക്കും അവിടുത്തെ കുടുംബത്തിനും എല്ലാവർക്കും നീ ഗുണം ചെയ്യണം തമ്പുരാനെ എന്ന് പറഞ്ഞുകൊണ്ട് കവി പാടി അവസാനിപ്പിക്കുക. ഇത് വെറുതെ ഒരു പാട്ടല്ല പ്രിയമുള്ളവരെ, വെറും ഒരു പദ്യമല്ല പ്രിയമുള്ളവരെ, ഇതെനിക്കും നിങ്ങൾക്കും വരാനുള്ള അവസ്ഥയാ. അതുകൊണ്ട് വളരെ കരുതലോടെ വളരെ ചിന്തയോടെ ജീവിച്ചാൽ, മരണത്തെപ്പറ്റി ഓർത്തുകൊണ്ട് ജീവിച്ചാൽ നമുക്ക് നന്നാവാൻ കഴിയും. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയമുള്ളവരെ, എന്റെ പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. ഇവിടെ ഖുതുബിയ്യത്തിന്റെ ശേഷം മഹാനായ തങ്ങളുടെ നേതൃത്വത്തിൽ ഒരുപാട് പിരിവ്, ഞാൻ തന്നെ അത്ഭുതപ്പെട്ടുപോയി. തങ്ങളവറുകളെ നിർത്തിയിട്ട് തങ്ങൾ ചോദിക്കുമ്പോ, ഇവിടുത്തെ ഉസ്താദുമാര് ചോദിക്കുമ്പോ ആവേശത്തോടുകൂടി 35 കിലോ അരിയും ഇറച്ചി, ഞാൻ എത്ര ഇറച്ചി വേണമെങ്കിലും ഞാൻ ഏറ്റു എന്ന് പറഞ്ഞ ആളുകൾ, അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ. കാരണം അടുത്ത 40ാമത്തെ വാർഷികമാണ് നമുക്ക് വരുന്നത്. ഖുതുബിയ്യത്തിന്റെ 40ാമത്തെ വാർഷികം. തങ്ങൾ സൂചിപ്പിച്ചതുപോലെ 40-ന് ഒരുപാട് പ്രത്യേകതകൾ ഉണ്ടല്ലോ, നമുക്കറിയാം. ബഹുമാനപ്പെട്ട മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നുബൂവത്തിന്റെ പ്രായം 40 ആയിട്ടാണ്. അതേപോലെ ഒരു മനുഷ്യന് പക്വമായ പ്രായം വരുന്നത് എപ്പോഴാ? 40 വയസ്സുള്ളപ്പോഴാണ് പക്വമായ ഒരു പ്രായമാകുന്നത്, 40 ആകുമ്പോഴാ. എന്ന് മാത്രമല്ല, നമുക്കറിയാമല്ലോ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഈ ഇന്ത്യയിൽ നിന്നും 40 പ്രാവശ്യം പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിന് വേണ്ടി പോയെന്ന 40ന്റെ പവർ നാം മനസ്സിലാക്കണം. കളിയല്ല. ഈ 39 വർഷക്കാലമായിട്ട് നമ്മുടെ ഈ പ്രദേശത്ത് ഖുതുബിയ്യത്ത് നടക്കുമ്പോൾ അതിന്റെയൊക്കെ ഫലം പ്രിയമുള്ളവരെ 2000 ആണ്ടാകുമ്പോഴത്തേക്ക് ഇവിടെ ആർക്കും ഒരു രോഗവുമില്ല എന്ന് വേൾഡ് ഹെൽത്ത് സെന്റർ പറഞ്ഞിരുന്നു. പക്ഷേ 2000 ആണ്ടായപ്പോഴോ 2000 കണക്കിന് പുതിയ പുതിയ രോഗങ്ങളാ.
ഒരു കാലത്ത് മരുന്നായിട്ട് ഉപയോഗിച്ചിരുന്ന കുത്തുബിയത്തൊക്കെ നമ്മുടെ ആ പ്രദേശത്ത് കുത്തുബിയത്ത് ഉള്ളപ്പോ ബദരിയത്തുള്ളപ്പോ അതിന്റെയൊക്കെ ഫലം ഇവിടെയുള്ള ആളുകൾക്കാണ് ഗുണം കിട്ടുന്നത്. നമുക്കറിയാലോ. അങ്ങനെ 40ാമത്തെ വാർഷികം ആഘോഷിക്കുമ്പോ 40ന്റെ പ്രത്യേക ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇവിടെ വന്നപ്പോ തങ്ങൾ എന്നോട് പറഞ്ഞു 40ന്റെ പ്രത്യേകത കൂടി ഉസ്താദ് സൂചിപ്പിക്കണം. അതുപോലെ എന്റെ ഓർമ്മയിൽ വന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ കുറിച്ചു വെച്ചു. പ്രിയമുള്ളവരെ, 40ഓളം കാര്യങ്ങൾ 40ന്റെ പ്രത്യേകതയായിട്ടുണ്ട്. അതേപോലെ തന്നെ ബഹുമാനപ്പെട്ട ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹു പടക്ക് 40 കൊല്ലം കൊണ്ട് ആദം നബി അള്ളാഹു സൃഷ്ടിച്ചതെന്നാണ്. അതായത് 40 കൊല്ലമായിട്ട് ഘട്ടം ഘട്ടമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അബുൽ ബശർ ആദം അലൈഹിസ്സലാമിനെ അല്ലാഹു സൃഷ്ടിച്ചത് അങ്ങനെയാ. അവിടെ 40ന്റെ പ്രത്യേകത പ്രിയമുള്ളവരെ നമ്മൾ മനസ്സിലാക്കണം. നമുക്കറിയാലോ, സമസ്ത കേരള മുഷാവറംഗം എത്രയാ? 40 പേരാ. കാരണം ഈ സാത്വികരായ പണ്ഡിതന്മാർ ചെയ്തു വെച്ചത് 40 മുഷാവറംഗം. അതും 40ന്റെ പ്രത്യേകതയാണ്. എന്ന് മാത്രമല്ല, മഹാനായ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇവിടെ വന്ന് ഭരണം നടത്തുന്ന എത്ര കൊല്ലമാണ്? അവസാന നാളാകുമ്പോൾ ഈസാ നബി വരുമെന്നും ഭരണം നടത്തുമെന്ന് നമുക്കറിയാലോ. അപ്പോൾ ആ ഭരണം നടത്തുന്ന കാലയളവ് 40 കൊല്ലമാ. ഇമാം മഹ്ദി ഭരിക്കുന്ന കാലയളവ് 40 കൊല്ലമാ. ദജ്ജാൽ ഇവിടെ അക്രമങ്ങൾ അടിച്ചുവിടുന്ന 40 കൊല്ലമാ. ഒരുപാട് 40ന്റെ പ്രത്യേകതകൾ. എന്ന് മാത്രമല്ല, നമ്മുടെ അയൽ വീട്ടുകാർ 40 റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. നമ്മുടെ അയൽ വീട് കിഴക്കോട്ടും പടിഞ്ഞാറും തെക്കോട്ടും വടക്കോട്ടുമൊക്കെ നമ്മുടെ അയൽവാസികൾ എത്ര വീടാണ് എണ്ണേണ്ടത്? 40 വീടാണ്. 40 വീട് അതിന്റെ പരിധി നമ്മുടെ അയൽവാസികളാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ 40ന്റെ കണക്കാണ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. ഇമാം ഷാഫി പറയുന്നു, ജുമുഅ സഹിയാകണമെങ്കിൽ 40 ആളുകൾ കേൾക്കണം. ഖുതുബ ശരിയാകണമെങ്കിൽ 40 ആളുകൾ കേൾക്കണം. അവിടെയും 40ന്റെ പ്രത്യേകതയാ. എന്ന് മാത്രമല്ലല്ലോ, 40 ആളുകൾ ഒരുമിച്ച് കൂടുന്ന സദസ്സിൽ ഒരു വലിയുണ്ടാകുമെന്നാണ്. ഒരു വലിയുണ്ടാകുമെന്ന് അവിടെയും 40ന്റെ പ്രത്യേകത. എന്ന് മാത്രമല്ല, 40 ആളുകൾ ഒരുമിച്ച് കൂടുന്ന സദസ്സിൽ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ അവിടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ടെന്ന അവിടെയും 40ന്റെ പ്രത്യേകതയാ. ബഹുമാനപ്പെട്ട മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രിയപത്നി ആദ്യത്തെ ഭാര്യയായി തിരഞ്ഞെടുക്കുന്ന ഖദീജ റളിയല്ലാഹു അൻഹ, ഖദീജയുടെ പ്രായം 40ന്റെ ഒരുപാട് പ്രത്യേകതകൾ. അതേപോലെ തന്നെ നമ്മുടെ ഈ പള്ളിയിൽ ഖുതുബിയ്യത്തിന്റെ 40ാമത്തെ വാർഷികമാണ് അടുത്ത ഭാഷ നടക്കുന്നത്. അതിൽ അള്ളാഹു സംബന്ധിക്കാൻ നമുക്ക് എല്ലാവർക്കും അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അതുകൊണ്ട് ഇവിടെ ഓഫർ ചെയ്ത ആളുകൾ ഒരിക്കലും നഷ്ടപ്പെടില്ല പ്രിയമുള്ളവരെ. വദിക്റു സ്വാലിഹീന കഫാറ, സ്വാലിഹീങ്ങളെ പറ്റി പറയാനാ, അവരുടെ ആണ്ട് നേർച്ച നടത്താനാ, ഖുതുബിയ്യത്ത് നടത്താൻ വേണ്ടിയിട്ടാ നാം തെരഞ്ഞെടുത്തത്, നാം പൈസ കൊടുത്തത്. അള്ളാഹു നമുക്ക് ഒരുപാട് കാലം അങ്ങനെ ഈ പള്ളിയെയും ഈ ഖുതുബിയ്യത്തിന് വേണ്ടിയുമൊക്കെ സഹായിക്കാനും സഹകരിക്കാനും അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അതിന് പുറമെ എന്റെ പ്രിയമുള്ളവരെ, നമുക്കിവിടെ ഒരു വലിയ ടാങ്ക് വേണം. അതായത് വെള്ളം ശേഖരിച്ചു വെച്ചിട്ട് നമ്മുടെ കൃഷിയിടങ്ങളിലേക്കൊക്കെ വെള്ളം എത്തിക്കാൻ. ഇപ്പോൾ വെള്ളത്തിന്റെ കുറവ് സമയമാണ്. ഇങ്ങോട്ട് വന്നപ്പോൾ എന്നെ കൊണ്ടുവന്ന അദ്ദേഹം പറയുകയുണ്ടായി, ഉസ്താദേ ഇവിടൊക്കെ ഭയങ്കര ചൂടാണ്, നിങ്ങളുടെ നാട്ടിലൊക്കെ ചൂടുണ്ടോ? ഇവിടെ ഒരു 10 കൊല്ലം കഴിയുമ്പോൾ ഗൾഫ് പോലെ AC ഫിറ്റ് ചെയ്യണം, മൊത്തത്തിൽ AC വേണമെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. എല്ലായിടത്തും ചൂട് കൂടിക്കൊണ്ടിരിക്കുക പ്രിയമുള്ളവരെ. അതുകൊണ്ട് വെള്ളമൊക്കെ വറ്റിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ പള്ളിക്ക് കൃഷി ഉണ്ടാകണം, അവിടേക്ക് നനയ്ക്കാൻ വെള്ളം ശേഖരിക്കണം. അതിന് വലിയൊരു ടാങ്ക് ഇവിടെ കെട്ടണമെന്ന് തങ്ങൾ സൂചിപ്പിച്ചു. അതിലേക്ക് നമ്മുടെ ഇതിന്റെയൊക്കെ ഫലം പ്രിയമുള്ളവരെ, മരിച്ച് കബറിൽ കിടക്കുമ്പോൾ നമ്മളൊരു ബാങ്കിലേക്ക് ഡിപ്പോസിറ്റ് ഇട്ട് കഴിഞ്ഞാൽ അതിന്റെയൊക്കെ ഫലം നമുക്ക് കിട്ടുന്നത് പോലെ, അത് പലിശയാണ്, പാടില്ലാത്തതാണ്, ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രം. എന്നാൽ മരിച്ചു കിടക്കുമ്പോൾ, കബറിൽ കിടക്കുമ്പോൾ നാം ജീവിത കാലഘട്ടത്തിൽ ചെയ്ത ആ പ്രവർത്തനത്തിന്റെ ഫലം നമ്മുടെ കബറിലേക്ക് ഇങ്ങനെ ഒഴുകിയെത്തും. അവിടെയാണ് നമുക്കതിന്റെ വില മനസ്സിലാകുന്നത്. അവിടെയാണ് നമുക്ക് 10 രൂപയുടെ വില മനസ്സിലാകുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ ഈ ടാങ്ക് കെട്ടാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ട് ഞാൻ തുക പറയുന്നില്ല, നിങ്ങളിൽ സമ്മേളിച്ച് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരാൾ ആദ്യം ഒരു തുടക്കമിടുക. ഇത്ര രൂപ തരാമെന്ന് ആരെങ്കിലും സദസ്സിൽ നിന്ന് പറഞ്ഞാൽ 3000 അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാവട്ടെ. അതേപോലെ തന്നെ 1001 രൂപ എല്ലാവർക്കും ഇവിടെ ബഹുമാനപ്പെട്ട ഉസ്താദുള്ള വേദിയാണ്, തങ്ങന്മാരുള്ള വേദിയാണ്. തീർച്ചയായിട്ടും 40 ആളുകൾ ഒരുമിച്ച് കൂടുന്ന സദസ്സിൽ ദുആയ്ക്ക് ഇജാബത്തുണ്ട് പ്രിയമുള്ളവരെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ 3000 പറഞ്ഞ സഹോദരനും 1001 പറഞ്ഞ സഹോദരനും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ. അർഹമുർ-റഹീമായ തമ്പുരാനെ, ഞങ്ങൾക്കും അവർക്കുമുള്ള എല്ലാ പ്രയാസങ്ങളും പ്രതിസന്ധികളും നീ മാറ്റിത്തരണേ അല്ലാ.
അല്ലാഹുവേ നാളെ ഹൗദുൽ കൗസർ പാനം ചെയ്യാൻ ഞങ്ങൾക്കും അവർക്കും തൗഫീഖ് നൽകണേ അല്ലാ. അവരുടെയും ഞങ്ങളുടെയും മക്കൾക്കുള്ള എല്ലാ ബുദ്ധിമുട്ട് പ്രയാസങ്ങളും മാറ്റണേ അല്ലാ. ഇൻഷാ അല്ലാഹ് ഒരുമിച്ച് ഉസ്താദ് ദുആ ചെയ്യും. അതുകൊണ്ട് ഇനിയും പറയാനുള്ളവർ ഉമ്മമാർ, എന്റെ പ്രിയപ്പെട്ട, ഞാൻ അവിടെ നിന്ന് കേരളത്തിൽ നിന്ന് കേൾക്കുമ്പോ, കേരളത്തിൽ പറയുമ്പോൾ എല്ലാവരും പറയാണ്ട്, ഈ കർണാടകയിൽ പ്രത്യേകിച്ച് ഇവിടെയുള്ള ആളുകളൊക്കെ എനിക്കത് മനസ്സിലാകുകയും ചെയ്ത് അവിടെ വന്നപ്പോൾ തന്നെ ബഹുമാനപ്പെട്ട തങ്ങൾ ചുരുങ്ങിയ സമയം കൊണ്ടാണ് എത്ര വേണമെങ്കിലും ഇറച്ചി ഞങ്ങൾ തരാം, എത്ര വേണമെങ്കിലും അരിയും തരാം, നെയ്യും തരാം എന്നൊക്കെ പറഞ്ഞേറ്റത്. നല്ല മനസ്സിൽ അള്ളാഹു ഖിയാമത്ത് നാൾ വരെ ഇവിടെ ആ ഒരു ചൈതന്യം നിലനിർത്തുമാറാവട്ടെ. അതിന്റെയൊക്കെ ബർക്കത്ത് അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ. അതുകൊണ്ട് ഞാൻ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ചോദിക്കുന്നത്. ഇൻഷാ അല്ലാഹ് 3001 1001 പറ്റും. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഉമ്മമാർ, ഇവിടെയുള്ള ഉമ്മമാരെ പറ്റി ഞങ്ങളുടെയൊക്കെ ഭാഗത്ത് നല്ല മതിപ്പാണ്. കാരണം ഞങ്ങളുടെയൊക്കെ ഭാഗത്ത് വന്നാൽ പർദ്ദയിട്ട സ്ത്രീകളെ കാണൽ അപൂർവമാണ്. ഇസ്ലാമികമായ വേഷമില്ലാതെ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അർഹമുർ-റഹീമായ തമ്പുരാനെ സ്വലാത്തിനെ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, മരിച്ചുപോയ ഉപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരു സഹോദരൻ ഇപ്പോൾ തന്നെ 1001 രൂപ തന്നിരിക്കുകയാണ്. അല്ലാഹുവേ, ആ ഉപ്പയുടെ ഖബറിലേക്ക് നിന്റെ സവാബിനെ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. മരിച്ചു കഴിഞ്ഞാൽ ഖബറിനെ അറിയാത്ത സന്താനങ്ങളുടെ കാലമാണ്. ഈ സമയത്ത് അല്ലാഹുവേ, പ്രിയപ്പെട്ട ഉപ്പയ്ക്ക് വേണ്ടിയിട്ട് സംഭാവന നൽകി ആ ഉപ്പയ്ക്ക് നീ സന്തോഷം നൽകണേ അല്ലാഹ്. ആ ഖബർ നീ സ്വർഗമാക്കണേ അല്ലാഹ്. അതുകൊണ്ട് ഇനിയുമുള്ളവർ പറഞ്ഞാൽ ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ ദുആരക്കും. അതുകൊണ്ട് ഉമ്മമാരുടെ ഭാഗത്തേക്ക് ആരെങ്കിലും പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥികളുണ്ടെങ്കിൽ ചെല്ലുക. അവർ പറയുന്നത് കേട്ടുകൊണ്ട് വേഗം വന്ന് പറയുക. അവരൊക്കെ ഒരുപാട് ആഗ്രഹമുള്ളവരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. ഒരു സഹോദരൻ 1000 രൂപ തന്നിരിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിനുള്ള എല്ലാ ഹലാലായ മുറാദുകളും ഹാസിലാക്കി കൊടുക്കുമാറാവട്ടെ. തമ്പുരാനെ, ഒരുപാട് രോഗങ്ങൾ, പ്രിയമുള്ളവരെ, തിരുവനന്തപുരം ജില്ലയിലെ തിരുവനന്തപുരത്ത് RCCയിൽ കിടന്നുകൊണ്ട് 13 വയസ്സുകാരിയായ ഒരു പ്രിയപ്പെട്ട മോൾ ക്യാൻസർ ബാധിച്ചിട്ട് അവൾ പറയുകയാ, എന്റെ ഉപ്പയ്ക്ക് ഒരുപാട് സമ്പത്തുണ്ടായിരുന്നു ഉസ്താദേ, എന്റെ ഉപ്പയ്ക്ക് ഒരുപാട് സമ്പത്തുണ്ടായിരുന്നു. എന്റെ പേരിൽ 25 ലക്ഷം രൂപ ഇപ്പോൾ ചെലവാക്കി, എന്നിട്ടും എനിക്കൊരു ശിഫായുമില്ല. ഞാൻ മരിക്കാൻ വേണ്ടി ഉസ്താദ് ദ്വാരക്കണം. 13 വയസ്സുകാരി പറയുകയാ. പനി പടർന്നു പിടിക്കും പോലെ ക്യാൻസറുകളും അതേപോലെ തന്നെ മാരകാസുഖങ്ങളും പടർന്നു പിടിക്കുമ്പോ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, അസ്സദഖത്തു റദ്ദുൽ ബലാ. നിങ്ങൾക്കെല്ലാമുള്ള ക്യാൻസറിന്റെ മരുന്നാണ് പ്രിയമുള്ളവരെ സദക്ക. അത് പള്ളിക്കാകുമ്പോ മരിച്ചു കഴിഞ്ഞാലും അത് ജാരിയായ സദക്കയാണ്. അത് നമ്മുടെ ഖബറിലേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കും. അല്ലാഹു നമ്മളെ അങ്ങനെ ജാരിയായ സദക്ക, അല്ലാഹുവിന്റെ പ്രതിഫലം മോഹിച്ച് സദക്ക ചെയ്യുന്ന ആളുകൾ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സംഭാവന നൽകിയവർക്ക് അല്ലാഹു അവർക്കെല്ലാവർക്കും അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അസുഖങ്ങൾ തട്ടിത്തിരിക്കുമാറാവട്ടെ. അതുകൊണ്ട് എന്നെക്കൊണ്ട് 10,000 കൊടുക്കാൻ കഴിവുള്ളവർ അത് ഏൽക്കുക. പ്രിയമുള്ളവരെ, അതിലൊന്നും ഒരു കുറവില്ല.